ഇപ്പോഴേ ഇതിന് ട്രോള് വരുന്നു, പേടിക്കട്ടെ. എന്നെ ഇപ്പൊ ആരും ഒന്നും പറയത്തില്ല, എല്ലാരും തേങ്ങ വരുന്നില്ല. like he sometimes will say this is not good, this is not good, and I give more. എന്റെ ഒരു ഉമ്മ കൊന്നു, അപ്പൊ അയാൾ പറയുന്നത് അത് പോരാ, അങ്ങനെ ആവട്ടെ, എന്താ കാണിക്കുന്നേ. ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ട്രോള് വരും, അല്ലെങ്കിൽ ഇഷ്യൂസ് വരും. അതേ ഉള്ളൂ ദേവിനെ കാണുമ്പോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഇതൊരു ലൂപ്പ് ജോണർ ആയതുകൊണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് എവറിബഡി ക്യാമറ ഇവിടെ നിൽക്കുന്നു, ഞാൻ കിടക്കുന്നു. അമ്മയുടെ ഒരു നരിവേറ്റിന്റെ റീല് ഭയങ്കര വൈറലായിട്ട് കിടക്കുന്നുണ്ട്, ടോവിനോട് സംസാരിക്കുന്ന അമ്മ. ഫസ്റ്റ് ഡേ തന്നെ കാറ് ബ്രേക്ക് ഡൗൺ ആയി. അത് 4 days വാസ് ലൈക്ക് ഹെക്ടിക്. എക്സ്ട്രീം ഫിയർ ആണല്ലോ, ശരിക്കും നമ്മൾ കാട്ടിലാണ്. പിന്നെ ഈ ജിത്തു എന്തെങ്കിലും ഒരു ട്രിഗർ പറഞ്ഞുതരും. Why are you asking this question? Expecting worse. Already I'm prepared. ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് വേണ്ടിട്ട് ലിപ് ലോക്ക് സീൻ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ. Are you guys kidding? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് കളർഫുൾ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷോർട്ട് ഫിലിമായ വരുത്തുപോക്കിലെ ആക്ടേഴ്സ് ആണ്. വെൽക്കം പ്രീതി ആൻഡ് അമൽ. താങ്ക് യു. വരുത്തുപോക്ക് എന്നുള്ള പേരിൽ തന്നെ എന്തോ ഒളിച്ചു കിടക്കുന്നുണ്ട്, ശരിയല്ലേ? എന്താണ് ഈ പേരും കഥയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? പടം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. കണ്ടിട്ട് എന്താ തോന്നിയേ? വളരെ നന്നായിരുന്നു. ഇറ്റ് ഇസ് എ ത്രില്ലർ ഷോർട്ട് ഫിലിം. വരുത്തുപോക്ക് എന്ന് പറഞ്ഞ പേര് വരാനുള്ള റീസൺ, ഞങ്ങളുടെ ഡയറക്ടർ ഒരു തോട്ട് വന്നു. ആസ് എൻ ഇങ്ങനെ ദേവീനെ കാണുമ്പോൾ ആൾക്കാർ ചുറ്റിപ്പോകും എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നതാണ് വരുത്തുപോക്ക്. ചുറ്റിക്കൊണ്ടേയിരിക്കും. സോ ജോണർ ഓഫ് ദ മൂവി ഇസ് ദാറ്റ്, റൈറ്റ്? അത് കുറച്ച് ഇന്ന പരിപാടിയാണ്, പടം കണ്ടവർക്ക് കണക്ട് ആവുള്ളൂ. ഇങ്ങനെയാണ് അതാ ഞാൻ ചോദിച്ചത്, പടം കണ്ടായിരുന്നോന്ന്. ബിക്കോസ് ആ വരുത്തുപോക്ക് എന്നുള്ള പേര് വരാനുള്ള റീസൺ ബേസിക്കലി ലൂപ്പ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു തോട്ട്. ആ ഷോർട്ട് ഫിലിമിൽ നമുക്ക് ഒരാൾക്ക് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കി കൊള്ളണം എന്നില്ല, കാരണം ഒരുപാട് പറഞ്ഞ പോലെ ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇസ് ദർ എനിത്തിങ് നമുക്ക് അറിയാത്ത എന്തെങ്കിലും ആ പേരിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ഇല്ല, മെയിൻ ആയിട്ട് ലൂപ്പ് എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ജിത്തുവിന് ആ ഒരു ഐഡിയ വന്നത്. അപ്പൊ വരുത്തുപോക്ക് ഇതൊരു ലൂപ്പ് ജോണർ ആയതുകൊണ്ട് വരുത്തുപോക്കുന്ന് അവൻ അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. ഫസ്റ്റ് നെയിം റീകോൾ എന്നായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേര് എന്താണ് ആലോചിച്ച് ഞങ്ങളൊരു യാത്രയിലാണ് ഇങ്ങനെ ഈ സംഭവം കിട്ടുന്നത്. ഒരാള് പറഞ്ഞു ഇങ്ങനെ വടക്കോട്ടൊക്കെ ദേവീനെ കാണുമ്പോൾ ആൾക്കാർ ചുറ്റിപ്പോവും, അപ്പൊ ആ ചുറ്റൽ എന്ന പരിപാടി നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെ കാനസ് സ്ക്രീനിങ്ങിന് ശേഷമാണ് നമ്മളിപ്പോ ഇത് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കാൻസിൽ സ്ക്രീൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ബിക്കോസ് ഞങ്ങൾ തുടക്കം തൊട്ട് എപ്പോഴും ഇത് മൂവി ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായപ്പോൾ തൊട്ട് ഞാൻ പറയായിരുന്നു എല്ലാ ഫെസ്റ്റിവൽസിനും സെൻഡ് ചെയ്യണം. അപ്പോൾ തന്നെ വി വാണ്ടഡ് ദാറ്റ്. And then when we got that screening selection, then we felt very, very happy, grateful. ഡയറക്ടർ ജിത്തു കൃഷ്ണൻ ഫ്രാൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവന്റെ സെക്കൻഡ് ഫിലിമാണ് ക്യാൻസൽ സ്ക്രീൻ ചെയ്യുന്നത്. സാറ എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞപ്പോ തന്നെ നമുക്കും ഇത് ക്യാൻസൽ സ്ക്രീൻ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, മാനിഫെസ്റ്റ് ചെയ്തു. അത് കിട്ടിയത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ കഥ മൊത്തം നടക്കുന്നത് കാട്ടിലാണ്. അപ്പോ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ലൊക്കേഷനിൽ എന്തെങ്കിലും അടിപൊളി അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തു. അപ്പൊ ഇത് ഫുൾ നൈറ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. രാത്രി ഓൾമോസ്റ്റ് ഒരു 1 o'clock വരെ നൈറ്റില് മഴ പെയ്തു. ആന ഇറങ്ങി, കാറ് ബ്രേക്ക് ഡൗൺ ആയി, വേറെ കാറ് വരുത്തിച്ചു. പിന്നെ ലൈക്ക് those 4 days was like hectic, but we enjoyed. എല്ലാരും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണ് ഇത് ചെയ്തത്. അപ്പോൾ എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്തു. അതേപോലെ ഇതൊരു ത്രില്ലറിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഗുഡ് കെമിസ്ട്രി നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തത്? കാരണം അത് നല്ല നൈസ് ആയിട്ട് അതിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ മുന്നേ വർക്ക് ചെയ്തായിരുന്നോ? ഇല്ല, ഇത് മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഓൾമോസ്റ്റ് ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. പിന്നെ ജിത്തുവും ഞങ്ങളുടെ നല്ല ഫ്രണ്ടാണ്. അപ്പോ ലൈക്ക് ഞങ്ങൾക്കത് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ എളുപ്പമാണ്. നല്ല പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് പോണത്. ഇപ്പം ഈ ലൂപ്പ് ആയതുകൊണ്ട് കണ്ടാൽ ഇപ്പം ലൂപ്പിൽ നമ്മൾ കാണുന്ന പോലെ ഷൂട്ട് ചെയ്തത് നമ്മൾ കാറിലാണ്. 2 ആർട്ടിസ്റ്റേ ഉള്ളൂ. ഇപ്പോൾ ഒരു റിഗ് വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ആംഗിളിലെ പോസിബിൾ ഷോട്ട്സ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ അടുത്തടുക്ക് പോവുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഷോട്ട് എടുക്കുന്നത് ഫോർത്ത് ലൂപ്പ് ആയിരിക്കും. മിക്സർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 3-4 days റിഹേഴ്സൽ ചെയ്തു. നമ്മൾ കിസ്സിങ് ഉൾപ്പെടെ റിഹേഴ്സൽ ചെയ്തിട്ടാണ് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഷൂട്ടിന് പോണേ. അപ്പൊ അത് അടിപൊളിയായിരുന്നു. അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു നമ്മളെ. എല്ലാം ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഓക്കെ ആക്കിയിരുന്നു അതോ കാർഡിന്റെ ഉള്ളിൽ കുറെ പണി പെട്ടോ? ഇല്ല, ആക്ച്വലി ഫസ്റ്റ് ഷോട്ടിൽ എല്ലാം അങ്ങനെ നോക്കാവില്ല. പക്ഷെ പണ്ട് മേ ബി സംടൈംസ് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം വരും. ബട്ട് പ്രാക്ടീസ് ആസ് അമൽ സെഡ് പ്രാക്ടീസ് സെഷനിൽ ചെയ്തത് കാരണം അവിടെ ഒരുപാട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടി വന്നില്ല ചെയ്യണ സമയത്ത്. അതില് നമുക്കൊരു ഇതില് ഒരുപാട് വട്ടം ഭയപ്പെടേണ്ട സിറ്റുവേഷൻസ്, അതായത് ടക്ക് എന്ന് പറയുമ്പോഴേക്കും മാമിന്റെ മുഖത്ത് ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോ ഓരോ ലൂപ്പും ഇടയ്ക്കിടയ്ക്കാണ് എടുത്തതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മാം അത് ക്യാച്ച് ചെയ്തത്? ഒബ്വിയസ്ലി എനിക്ക് ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ ഡെപ്ത് നല്ലോണം മനസ്സിലായി. എന്താണ് ഈ കഥേന്റെ സ്ക്രിപ്റ്റിന്റെ ഡെപ്ത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഒരു പാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ലൂപ്പ് 1-ലും 3 parts ആക്കിയിട്ടാണ് 4 parts ആക്കിയിട്ടാണ് ഞങ്ങൾ റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഐ വിൽ ഹാവ് സം കൈൻഡ് ഓഫ് ട്രിഗർ ടു ഗെറ്റ് ദെയർ വെരി ഫാസ്റ്റ്. മാമിന്റെ ഓരോ ഇമോഷൻസും ആ ക്യാച്ച് ചെയ്യുന്നത് ഇറ്റ് വാസ് റിയലി ഗുഡ്. താങ്ക് യു. ചിലതിലൊക്കെ പുള്ളിക്കാരി ഷൂട്ട് 3rd ലൂപ്പിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കടന്ന് വോമിറ്റിംഗ് ഒക്കെ ആയി. അതില് പീക്കിൽ പോയിട്ട് വോമിറ്റിംഗ് പരിപാടിയൊക്കെ ആയി. അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ എനിക്ക് പിന്നെ എല്ലാത്തിലും അത് മെയിൻ നോക്കി സെയിം സാധനം കീപ്പ് ചെയ്താൽ മതി. അവർക്കാണ് ഷിഫ്റ്റ് വരുന്നത്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് കോ ആക്ടർ എനിക്കിത് കാണുമ്പോൾ അടിപൊളിയാണല്ലോ. 3rd ലൂപ്പ് കുറച്ചൊരു എക്സ്ട്രീം ഫിയർ ആണല്ലോ. അപ്പൊ ശരിക്കും നമ്മൾ കാട്ടിലാണ്. ആ കാട്ടിലെ ആംബിയൻസ് ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഈ ജിത്തു എന്തെങ്കിലും ഒരു ട്രിഗർ പറഞ്ഞുതരും തൊട്ടാ മുന്നേ. അപ്പോഴേക്ക് വൺസ് ഇറ്റ് ഗെറ്റ്സ് നമ്മള് ഫിസിക്കലിയും ബ്രെത്ത് അങ്ങനെ ഫിയർ ബ്രെത്ത് ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇറ്റ് വിൽ ഗോ കംപ്ലീറ്റ്ലി. അപ്പൊ ആഫ്റ്റർ ദിസ് ഷൂട്ട് മാമിന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഷൂട്ട് കഴിഞ്ഞിട്ട് തോന്നിയില്ല. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഇത് സൗണ്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഐ ഫെൽഡ് ഓ മൈ ഗോഡ്, ഇതിലെ ചില സാധനങ്ങൾ അന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ഫണ്ണായിട്ട് ചെയ്തപ്പോൾ ഇതിന്റെ ഡെപ്ത് മനസ്സിലായില്ല. പക്ഷെ ചെയ്തത് പടമായിട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി എ തിയേറ്റർ. But up I was like, oh my god, how did I do that? And I was asking Amal അതിന് ജിത്തു നമ്മളെ ഒന്നും വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനു മുന്നേ. റിഹേഴ്സലിന് നമ്മൾ ചെയ്യും പോരാ നാടകം എന്നൊക്കെ മാക്സിമം നമ്മളെ ഡയറക്ടർ പോരാ അവൻ വേണ്ടത് പിഴിഞ്ഞെടുത്തു. നമ്മൾ റിഹേഴ്സലിൽ ഈ 3-4 days നമ്മൾ വേണ്ടത് ലോക്ക് ചെയ്തിട്ടാണ് ഷൂട്ടിന് പോണേ. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനുണ്ട്. എന്നിട്ട് കാരണം വെച്ചാല് നൈറ്റ് ആണ് 6 to 6 ആണ് ഷൂട്ട് പോകുന്നത്. യൂണിറ്റ് ഉണ്ട്, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 3 days പ്ലാൻ ചെയ്താൽ പോണേ. ഈ സാധനം കഴിഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോയി ഫസ്റ്റ് 2 ടേക്കിലൊക്കെ ഓക്കെ ആവും. ഇവിടെ ചോദിക്കും ജിത്തു ഇപ്പൊ സീരിയസ് ആയിട്ട് പറയുന്നില്ലേ, നമ്മൾ അഭിനയം നോക്കുന്നില്ലേ അവൻ? അല്ല, അവന് വേണ്ടത് ലോക്ക് ചെയ്തു. അവൻ നമുക്കിപ്പോ നമ്മളും സെറ്റായി, അതിലേക്ക് സെറ്റായി. വിളി ചോദിക്കും എന്താണ് ഓക്കെ ചെയ്തോണ്ടൊന്നും പറയാതെ. മറ്റേ റിഹേഴ്സൽ സമയത്ത് കുറെ ഇൻസ്ട്രക്ഷൻ അല്ലേ ഓക്കെ ആണോ ഒന്നും പറയാം. ബിക്കോസ് ഐ എം എ വെരി ഡയറക്ടേഴ്സ് ആക്ടർ. So I want their yes, okay, good. He will not say anything. കഴിഞ്ഞിട്ട് ഓക്കെ നമ്മളോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ക്യാമറ പേഴ്സണിന്റെ അടുത്തും അസിസ്റ്റന്റ് അടുത്തും ഓക്കെ അടുത്ത ഷോട്ട് ഒന്നും അത്ര ഉള്ളൂ. ഞാൻ ഇവിടെ എടാ ശരിയാണോ ചെയ്യുന്നൊന്നും പറയണില്ല പുള്ളി എന്നുള്ള. പക്ഷെ അത് കണ്ടപ്പോ ആസ് യു ആസ്ക്ഡ് കണ്ടപ്പോ ഐ ഫെൽറ്റ് okay, we have done something as a team. I felt okay, this is getting somewhere. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ ഏതായിരുന്നു? തേർഡ് ലൂപ്പ് ആയിരിക്കാം ബിക്കോസ് അത് എക്സ്ട്രീം ആയിട്ട് ഫിയർ ഫീൽ ചെയ്യുന്നത് കൊണ്ടും അതിങ്ങനെ മാനേജ് ചെയ്യാൻ പെട്ടെന്ന് ആ പീക്കിലേക്ക് എത്താൻ തേർഡ് ലൂപ്പ് ആയിരിക്കും ചെയ്യാൻ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമിലെ ആക്ട്രസും പ്രീതിയാണ്, പ്രൊഡ്യൂസറും പ്രീതിയാണ്. അപ്പോൾ ആദ്യത്തെ പടം തന്നെ കാനസിലെത്തി, പ്രേക്ഷകരിൽ നിന്ന് ഇത്രയും നല്ല റിവ്യൂസ് കിട്ടി. എന്ത് തോന്നുന്നു? അപ്പൊ നമുക്കിനി ഒരു ആക്ട്രസിന്റെ ഒപ്പം തന്നെ ഒരു പ്രൊഡ്യൂസറിനെ ഇനി മുഴുനീളം കാണാൻ പറ്റുമായിരിക്കും അല്ലേ? പ്രൊഡക്ഷൻ എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓസ്ട്രേലിയ ഉള്ള സമയത്ത് ഹോം എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴാണ് എനിക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് ദാറ്റ് വാസ് ദ മൊമെന്റ് ഐ ഡിസൈഡഡ്. അതിന് മുന്നേ ഉണ്ട് ഓൺട്രപ്രണർ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ അത് കണ്ടപ്പോൾ എന്തായാലും ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. ലൈക്ക് സംതിങ് വെരി വെരി ഗുഡ് സ്ക്രിപ്റ്റ്. And I watched that movie probably 4 or 5 times, like in a week. Then I was like, okay, it can make that much impact, alle. Appo obviously production ചെയ്തു. ഇപ്പോൾ അത് ഇറങ്ങി കഴിയുമ്പോൾ I feel very grateful. But എല്ലാവരും മോസ്റ്റ്ലി ആക്ടിങ്ങിന്റെ ഇതായിരിക്കും. അപ്പോൾ some people when they recognize okay ഇത് കുറച്ച് റിസ്കി പരിപാടിയാണ് ചെയ്തത്, then I feel very grateful. People acknowledging that. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ മലയാള സിനിമ എടുത്തു നോക്കി കഴിഞ്ഞാൽ
ആക്ടേഴ്സ് എല്ലാവരും തന്നെ കരിയർ തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാലാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇടുക. പക്ഷെ പ്രീതിനെ സംബന്ധിച്ചിടത്തോളം കരിയർ തുടങ്ങേണ്ട ഒപ്പം തന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസും കൊണ്ടുപോവാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായിരുന്നു മെയിൻ പ്രചോദനം എന്തായിരുന്നു? I always wanted to do a production because I am a very huge cinema lover. As I said, Home എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഓക്കെ ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു പ്രൊഡ്യൂസ്. പിന്നെ ഇവിടെ വന്ന് ഒക്കെ ഒരു ഷോർട്ട് ഫിലിം എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. നേരെ കയറി സിനിമ നമുക്ക് അങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ വലിയ അറിവില്ലല്ലോ. അപ്പോൾ ജിത്തു പിന്നെ വേറെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞായിരുന്നു നല്ല വല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഡു എ ഷോർട്ട് ഫിലിം, നല്ലൊരു സാധനം. സോ ജിത്തു ആണ് ആദ്യം എൻ്റെ അടുത്ത് ഈ കഥ പറയും. പറഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ ഐ സെഡ് ലെറ്റ്സ് ഡു ദിസ്. അങ്ങനെയാണ് വരുത്തുപോക്കിലേക്കുള്ള ഈ പ്രൊഡക്ഷൻ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളി പ്രൊഡ്യൂസർ ആയിരുന്നു പുള്ളിക്കാരി. ഡയറക്ടർ എന്ത് പറഞ്ഞാലും അപ്പുറത്ത് കൊടുക്കുക. അതിന് എന്നെ അങ്കിത് അലക്സ് ഇസ് പ്രൊഡക്ഷൻ കൺട്രോളർ, ബട്ട് ഹീസ് എ ഫ്രണ്ട്, ഹീസ് എൻ ആക്ടർ. അപ്പൊ പുള്ളി അപ്പൊ ഞങ്ങള് ഇൻ ടീം ഇതിൽ കയറിയപ്പോ അവൻ ആണ് ഞങ്ങൾക്ക് ഇത്, അവനും എന്നെ ആയിട്ട് അടിയാ. അതെ, ഇപ്പൊ അവൻ പറയടാ നീ ഇങ്ങനെ എല്ലാം കൊടുക്കല്ലേ, പുള്ളിക്കാരി അതാ കൊടുത്തോ അത് അടിച്ചോ. അങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ. പുള്ളിക്കാരി ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല, ആ രീതിയാണ്. ഇപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം വരെ പ്രീ വരെ ചെയ്തത് ഒരു സിനിമയുടെ പ്രീ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തത്. എല്ലാ രീതിയിലും ടോപ്പ് നോച്ച്. ശരിയാ, നമുക്കൊരു മൂവി കണ്ട എക്സ്പീരിയൻസ് ആണ് ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിയുമ്പോൾ കിട്ടുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ റിപ്പീറ്റ് ഒരു തവണയും കൂടി നമ്മൾ കണ്ടുപോകും. ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ബഡ്ജറ്റ് ഇനീഷ്യൽ ബഡ്ജറ്റ് ഒരുപാട് കൂടിയായിരുന്നു. ആദ്യം ഇനീഷ്യൽ ബഡ്ജറ്റ് അല്ലേ, അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങിയ ഒരു ഇതല്ലേ, പിന്നെ ആർട്ടിനോട് ഇഷ്ടം, ക്വാളിറ്റി ബെസ്റ്റ് ക്യാമറ വേണം അങ്ങനെ. പിന്നെ ബഡ്ജറ്റ് കൂടി അയ്യോ വലിയ ഇവരോടെ വിഷം പറയടാ കൂടുന്നടാ, ഇത് സമയം എടുക്കുന്നടാ, അയ്യോ പടിവാളി. ഞങ്ങളുണ്ടല്ലോ ഫോറസ്റ്റിൽ ഷൂട്ടിന് പോയി, ഫസ്റ്റ് ഡേ ചെന്നു, 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഭയങ്കര മഴ, കുറെ ഇഷ്യൂസ് ഉണ്ടായി, ഷൂട്ട് ഡിലേ ആയി. രാത്രി 1 മണിയായിട്ടും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി, ഞങ്ങളെ പറഞ്ഞില്ലേ പാക്ക് ചെയ്തിട്ട് പോണേ, ഇത്ര ഷോട്ട് എടുത്താലേ തീരുള്ളൂ 3 ഡേയ്സിൽ. അപ്പോൾ പണി പാളി, കാരണം 1 മണിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പ്രൊഡ്യൂസർ പ്രീതി വന്നു, നമ്മള് 4 ഡേയ്സ് പോകും പ്ലാൻ ചെയ്തോളൂ പറഞ്ഞിട്ട് ഭയങ്കര അവരെ വിളിച്ച് പറടാ 4 ഡേയ്സ് പോവാ അങ്ങനെയൊക്കെ. ഓക്കെ, പ്രൊഡ്യൂസർ ഭയങ്കര ഫോം ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ഞാൻ കുറച്ച് വിഷമിച്ചു, ഇറക്കാറായപ്പോഴേക്ക് ദൈവമേ ഇത് പണി പാളയാ വിചാരിക്കുന്ന പോലെ. ഡെഫിനറ്റ്ലി റൈറ്റ് നൗ ഐ ഫീൽ വെരി ഗ്രേറ്റ്ഫുൾ. ലൈക്ക് ഇറ്റ് വാസ് എ ഹ്യൂജ് തിങ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സാധനം എന്തായാലും ഐ വാസ് ഷുവർ എനി കോസ്റ്റ് ഇറ്റ് വിൽ കം ഔട്ട്. പക്ഷെ നമ്മളിത് സിനിമയാണ്, അപ്പൊ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എന്തായാലും അറ്റ് ദി എൻഡ് ഓഡിയൻസിന്റെ ഒരു ഇത് കേൾക്കുമ്പോഴേ നമുക്ക് ഹാപ്പി ഉള്ളൂ. വി വിൽ ബി ഗ്രേറ്റ്ഫുൾ. സോ വൺസ് വി സ്റ്റാർട്ടഡ് ടു ഫീൽ പീപ്പിൾ ആർ ലൈക്ക് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. സിനിമ കണ്ടു, ഏറ്റവും ബെസ്റ്റ് കോംപ്ലിമെന്റ് ആസ് എ പ്രൊഡ്യൂസർ ഐ ഫീൽ ഇസ് സിനിമ കണ്ട പോലെ തോന്നി. ഈവൻ ഞാൻ പോലും പലപ്പോഴും പറയുന്നത് ഫിലിമാണെന്നാണ്. എനിക്ക് ഷോർട്ട് ഫിലിം അങ്ങനെ വരുന്നില്ല, കാരണം നമുക്ക് ആ ഒരു അത് കണ്ടു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ. യൂട്യൂബ് കമന്റ്സിൽ നമ്മൾ വായിച്ച നമ്മൾ ഹാപ്പി, നമ്മൾ ആക്ച്വലി ഓർത്തത് കുറെ പേര് നെഗറ്റീവ് പറയായിരിക്കും, ലിപ് ലോക്കിന്റെ നമ്മള് സീൻ വരുമായിരിക്കും വിചാരിച്ചു. ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതിനെ ഓക്കെ കൊള്ളാം, നല്ല വർക്ക്, ക്വാളിറ്റി വർക്ക് എന്ന രീതിയിലാണ് പറയുന്നത്. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാറുണ്ടോ? ഞങ്ങള് സിനിമ സംസാരിക്കാറുണ്ട്. പുള്ളിക്കാരിയോട് ഡൗട്ട് ചോദിക്കാറില്ല. ഞാൻ കൂടുതൽ അമ്മേനെ പഠിപ്പിക്കാനായിട്ട് ശരിയായിട്ടില്ല അമ്മേനെ, ഞാൻ ഭയങ്കര പഠിപ്പിക്കില്ല അമ്മേനെ. ഇപ്പൊ അമ്മയുടെ ഒരു നരിവേറ്റന്റെ റീല് ഭയങ്കര വൈറലായിട്ട് കിടക്കുന്നുണ്ട്. ടോവിനോട് സംസാരിക്കുന്ന അമ്മ, മോന്റെ ദുഃഖം പറയുന്ന പരിപാടി ഉണ്ടല്ലോ, മോനെ പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് സംസാരിച്ചിട്ട് വീട്ടിൽ നിന്ന് വരണേ. ഇപ്പൊ അപ്പൊ അങ്ങനെ അത് പുള്ളിക്ക് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്, ഇത് കൊള്ളാൻ പരിപാടി വന്നിട്ടുണ്ട്. ഞാനും അനിയത്തിയുണ്ട്, ഞങ്ങൾ അമ്മേനെ പഠിപ്പിക്കും, അമ്മയോട് ഞങ്ങൾ ചോദിക്കാറില്ല. അമ്മയാണ് കട്ട സപ്പോർട്ട്. അമ്മ സപ്പോർട്ടാണ്, സിസ്റ്റർ സപ്പോർട്ടാണ്. ഫാമിലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നേരത്തെ ഇറങ്ങിയാണ്, ഞാൻ പിന്നെ അമ്മേനെ പതുക്കെ ഇറക്കി. അമ്മക്ക് അത്യാവശ്യം സിനിമയൊക്കെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാല് ആ കുറച്ച് മിനിറ്റ്സിൽ നമുക്ക് മോസ്റ്റ് പ്രെഷ്യസ് മെമ്മറീസ് നമ്മുടെ മനസ്സിലേക്ക് ഫ്ലാഷ് ചെയ്യുന്നല്ലേ പറയാം. അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് ആ ഒരു പ്രെഷ്യസ് മെമ്മറി എന്തായിരിക്കും? There is lot of memories that keeps coming. So one precious memory എന്ന് പറയാൻ പറ്റുന്ന എങ്ങനെയാന്ന് എനിക്കറിയില്ല. വരാൻ പോണേയുള്ളൂ. Yeah, like more to come. I don't know, like all of a sudden when you ask what is this one memory, ഇതുവരെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഇത്രയും മനോഹരമായ ഒരു നിമിഷം എന്ന് ഇത്രയും ഡിഫൈനിങ് മൊമെന്റ് എന്ന് പറയാന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രോബബ്ലി when I went to
after my year 12 when I went to Australia. after year 12 പോയല്ലേ? I went to study there. So probably that could be defining moment. Precious moment എന്ന് പറഞ്ഞാൽ കൂടുതൽ defining my life, how it changed എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം. അല്ലാതെ precious moments, there's lot of പലതും ഉണ്ടാവുമല്ലോ. വൺ പർട്ടിക്കുലർ തിങ് പറയാൻ പറ്റുമെന്നറിയില്ല. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പം അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ സിനിമ റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ ഷാ ജോൺ സാറില്ലേ വടക്കുന്നാണ് ചെയ്തത്, പുള്ളിക്കാരൻ ലാസ്റ്റ് പടത്തിന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ കണ്ടു തിരിച്ച് പോന്നു. അപ്പൊ പുള്ളി പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു, എന്റെ പടത്തിൽ വേഷം ചെയ്യാൻ പറ്റുമോടാന്ന് ചോദിച്ചിട്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പെട്ടെന്ന് വെച്ചപ്പോഴേക്ക് ഓർമ്മ വന്നതാ. പക്ഷെ ഇനിയും ഞാൻ മരിക്കാറൊന്നായിട്ടില്ലേ, കുറെ ഉണ്ട് ഇനി. അപ്പൊ പറയാനേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഇതില് മെയിൻലി പേടിയാണല്ലോ കാണിക്കുന്നത്. ജീവിതത്തിൽ ഇതേപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ കുഞ്ഞിലേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു? എന്തത് മറ്റേ നിഴലുകൾ സീഡിലൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹൊറർ ഫിലിംസ് പേടി വരുമോ? ഇല്ലെങ്കിൽ ചെയ്യില്ലല്ലോ. എനിക്ക് പണ്ട് പ്രേതത്തെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വലുതായപ്പോഴേക്കും പ്രേതമൊന്നും ഇല്ല എന്നൊക്കെ മനസ്സിലായല്ലോ. പ്രേതമൊന്നും ഇല്ല അങ്ങനെയാണോ ഇപ്പൊ വിശ്വസിക്കണേ? അങ്ങനെ തോന്നിയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിലെ. ഞാൻ രാത്രി സിനിമ കണ്ടിരിക്കുക 11 മണിക്ക് എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഞാൻ 8ാം ക്ലാസ് പഠിക്കേ. പ്രേതമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോവാം. പ്രേതമൊന്നും ഇല്ല അവിടെ. ഇപ്പം എനിക്ക് പ്രേതം വന്നാലും പേടിയില്ല, സംഭവം ഇല്ലല്ലോ. വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ പറയും. ഇപ്പൊ ബാക്കിൽ നിന്ന് ഇപ്പം പ്രേതനെ നോക്കുന്നുണ്ടാവും. വേണം വെള്ളം, ചുമ്മാ ആക്ട് ചെയ്യാം, വെള്ളം വേണോ നോക്കിയപ്പോ ഒരാളിങ്ങനെ നോക്കിയിരിക്കണം അവിടെ. ശരിക്കും ഒരു കള്ളനായിരുന്നു. ഞാൻ മേടിച്ചു. ശരിക്കും ഒരാളിങ്ങനെ അവിടെ ഗ്രില്ലിന് മറങ്ങി നിൽക്കുന്നു. ഞാൻ എന്റെ പിന്നെ ശബ്ദവും വരുന്നില്ല എന്നൊക്കെ ആയിപ്പോയി. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അപ്പൊ കള്ളനെ പിടിച്ചോ? കള്ളനെ ഓടിക്കള. എനിക്ക് അങ്ങനെ പെർട്ടിക്കുലർ ഒരു ഇൻസിഡന്റ് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര യങ് ഏജ്, എൻ്റെ ഫാദർ ഒരു ഫിലിം ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ചെറുതിലെ ഇങ്ങനെ ലൈക്ക് സ്കെയറി ഇംഗ്ലീഷ് മൂവി കാണുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ പേടിക്കണ പോലെ കാണിച്ചപ്പോൾ ദെൻ ഹി വാസ് എക്സ്പ്ലെയിനിങ് ടു മീ എവറിത്തിങ് ഷോർട്ട് വൈസ്. ഇപ്പം ഇവിടെ ക്യാമറയുണ്ട്, അപ്പോൾ ഉള്ള പേടിയൊക്കെ പടം കാണുമ്പോൾ വരുത്തില്ല. ഏതെങ്കിലും സീൻസ് ഇംപ്രവൈസ് ചെയ്തായിരുന്നോ അതോ സ്ട്രിക്ട്ലി സ്ക്രിപ്റ്റ് പോലെ നടന്നായിരുന്നോ? സ്ക്രിപ്റ്റ് പോലെ. എക്സാക്ട്ലി എവറി ഷോട്ട് വാസ് പ്രീ-പ്ലാൻഡ്, എവറി ഷോട്ട് വാസ് എക്സിക്യൂട്ടഡ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഡിസ്ക്രൈബ് ഈച്ച് അതർ ഇൻ വൺ വേർഡ് ആസ് co-actors. അമൽ? Passionate. പ്രീതി? Outstanding actor. അപ്പോൾ ഇനിയും ഇങ്ങനെ ടെൻഷൻ ഡ്രൈവൻ സൈക്കോളജിക്കൽ ത്രില്ലർ കിട്ടിയാൽ ചെയ്യുമോ? Definitely any kind of role I'm happy to do as long as the script is very good. അപ്പോൾ ഇനിയും വരുത്തുപോക്ക് കാണാത്ത പ്രേക്ഷകരുടെ അടുത്ത് ഈ ഒരു ഫിലിമിനെ കുറിച്ചും നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചും എന്താ പറയാനുള്ളത്? വരുത്തുപോക്ക് ഞങ്ങൾ ജെന്യുവനായിട്ട് കുറെ എഫേർട്ട് ഇട്ട് ചെയ്തൊരു പരിപാടിയാണ്. കുറെ ആൾക്കാർ സിനിമ അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ അത്രയും ക്വാളിറ്റിയിൽ ചെയ്ത വർക്കാണ്. ആൾക്കാർ കണ്ടാലാണ് നമുക്ക് സന്തോഷമാകുന്നത്. അപ്പോൾ അതെല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. ഇതൊരു ത്രില്ലർ ജോണറാണ്. 26 minutes ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി വർത്ത് ദെയർ ടൈം. ഓക്കെ. നമ്മുടെ ജിത്തു കൃഷ്ണൻ ഡയറക്ടറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ ഫ്രണ്ടാണ് ജിത്തു, ബട്ട് ഹീ ഈസ് എ വെരി ബ്രില്യൻറ്റ് ഡയറക്ടർ. ഹീ ഇസ് എന്താ പറയുക, ട്രൂ സിനിമ ലവർ. അവൻ എല്ലാ പടവും പോയി കാണും. ടെക്നിക്കലി ഓൾസോ ഹീസ് വെരി നോളജബിൾ. ഹീസ് ഹാസ് വെരി സ്ട്രോങ് സ്ക്രിപ്റ്റ്. ദ amount of work he does for a movie is incredible, because especially for this genre loop is very difficult to shoot. Like even Jittu ippum parayum like he will not shoot again like a loop subject. Loop ചെയ്യില്ലെന്ന് പറഞ്ഞേ. So പുള്ളി അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത എല്ലാ ഏരിയയിലും പുള്ളി കൂടെ നിൽക്കും. ഇത് കണ്ടിട്ട് എല്ലാവരും മേക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അടിപൊളി മേക്കിംഗ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ജിത്തു ഇട്ട എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ടായല്ലോ എന്നുള്ളതാണ്. ലിപ് കിസ് ഇപ്പോഴേ ഇതിന് റോള് വരുന്നു. പഠിക്കട്ടെ, എന്നെ ഇപ്പൊ ആരും ഒന്നും പറയത്തില്ല. എല്ലാരും ചോദിക്കുന്നത് ഈ വീഡിയോക്കാർ എന്തിനാ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതെന്നാ. എന്റെ ഫാമിലി മെമ്പേഴ്സ് ആയി വരും, അതുകൊണ്ട് കുഴപ്പമില്ല. ആക്ച്വലി എത്ര ടേക്ക് വൈസ് കുറവാണ്, പക്ഷെ ഈ പല ലൂപ്പിലും നമ്മൾ പല രീതിയിൽ ചെയ്യണമല്ലോ. പിന്നെ ഇതിന് പ്രാക്ടീസ് സെഷനിലും ചെയ്തു. ഇപ്പൊ ഒരു ഷോർട്ട് വൈസ് തന്നെ ജിത്തു വാസ് ടെല്ലിങ് ലൈക്ക് 68 എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്ട്രീം ആയി പോയതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഹൗ മച്ച്, ബട്ട് ലോട്ട് ഓഫ് ടൈം. പക്ഷെ ടേക്സ് ആയിട്ടല്ല, പക്ഷെ ബിക്കോസ് ഇതിൽ കുറെ പ്രാവശ്യം ചെയ്യേണ്ട വന്ന കാരണം, പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന കാരണം, ടെക്നിക്കൽ പരിപാടി കാരണം കുറച്ച് പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ മെയിൻലി ചോദിക്കാനുള്ള കാരണം, നമുക്ക് നമ്മളിത് ഓൾറെഡി ചെയ്തു, പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥരാവാറുണ്ട്. പക്ഷെ മാമിനെ സംബന്ധിച്ചിടത്തോളം
മാമിനോട് ആരെപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ഈവൻ സാറാണെന്നുണ്ടെങ്കിലും നല്ല കൂളായി എന്നാണ് അതിനെ ആൻസർ ചെയ്യുന്നത്. റീസൺ ബീങ് ഞാനിത് സത്യം പറഞ്ഞ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ട്രോള് വരും അല്ലെങ്കിൽ ഇഷ്യൂസ് വരും എന്ന് വിചാരിച്ചു. ബട്ട് ഐ വാസ് ഗോയിങ് ടു മീൻ എക്സ്പെക്ടിങ് എ വേഴ്സ്റ്റ്. ഓൾറെഡി ഐ എം പ്രിപ്പയർഡ്. അത് കഴിഞ്ഞിട്ട് ആദ്യം ആ പ്രിവ്യൂ കഴിഞ്ഞൊരു മീഡിയ ചോദിച്ചു, ലൈക്ക് ഇറ്റ് ഹാപ്പൻ. ബട്ട് ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദ കമന്റ്സ്. ശരിക്കും എന്റെ ഫാമിലിയിൽ പോലും അങ്ങനെ ലൈക്ക് വൈ ആർ യു ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ടു ഹർ? ദെൻ ഐ ആം ലൈക്ക് ഹേ ഇത്രയും പേര് ചോദിക്കാനും പറയണം, അത് കൊള്ളാലോ. അപ്പൊ തൊട്ട് എനിക്ക് ഇവര് ചോദിക്കുമ്പോൾ ഹാപ്പി. ഐ ആം ലൈക്ക് നോ മാറ്റർ ഐ സേ, എന്നെ ആരൊന്നും പറയണില്ല, ഈ ചോദിക്കുന്ന ആൾക്കാരെയാ പറയുന്നത്. ശരിക്കും അതാണ് ഇപ്പൊ മാമിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മറുപടി കേൾക്കുമ്പോൾ അത് ചെയ്യണതാണെന്ന് മീൻസ് നമുക്ക് എല്ലാവരും ഹാപ്പിയാണ്. കാരണം മാം അത് ഒരു ആക്ടിങ് മാത്രമായിട്ട് കണ്ട ആ ഒരു വേ ഓഫ് ടെല്ലിങ് ദാറ്റ് ഇതിങ്ങനെയാണ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ലൈക് ടെക്നിക്കൽ. ആക്ച്വലി ഞാൻ പറയട്ടെ, ക്യാമറ ഇവിടെ, ഡയറക്ടർ ഇവിടെ, 10-20 പേരുടെ അവിടെ. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഹി സംടൈംസ് വിൽ സേ ദിസ് ഇസ് നോട്ട് ഗുഡ്, ദിസ് ഇസ് നോട്ട് ഗുഡ്, ഗിവ് മോർ, ഗിവ് മോർ. രണ്ടൊരു ഉമ്മോക്കുന്നു, അപ്പൊ ഒരാൾ പറയണ് അത് പോരാ, അങ്ങനെ ആവട്ടെ, എന്താ കാണിക്കുന്നേ, ഓ അയ്യോ ഭയങ്കര ബോറാണ്. ചില സമയത്ത് മറ്റേ ഇത് പറയാം, അയ്യേ നിങ്ങൾ ഇത് ഐ എം റിട്ട്ലി ഷുവർ ജിത്തു ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സെൻസാണ്. പക്ഷെ നിങ്ങൾ എന്ത് കാണിക്കും, ഡയറക്ടറായിട്ട് ഒന്നുകൂടി വരാം. സെയിം തിങ് ലൈക്ക് ആ മറ്റേ സിഗരറ്റ് ആഫ്റ്റർ സെക്സ് ബ്യൂട്ടിഫുൾ അല്ലേ, ആ സീനില് ലൈക്ക് ലിറ്ററലി അങ്ങനെ ഒരു ലൈഫില് നിൽക്കുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള അങ്ങനെ ഉണ്ടാവുമല്ലോ. മൈ എക്സ്പ്രഷൻ ഈസ് ലൈക്ക് വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് ഇസ് ദിസ്, ഇൻ ഫ്രണ്ട് ഓഫ് എവറിബഡി. ക്യാമറ ഇവിടെ നിൽക്കുന്നു, ഞാൻ കിടക്കുന്നു, ലിറ്ററലി ഹീസ് ലിറ്ററലി ഇതെന്താ എന്താ അവിടെ നമുക്ക് എന്താ തോന്നുക. ലൈക്ക് അപ്പൊ ഇത് ടെക്നിക്ക്. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക, ഓക്കെ നമ്മളിത് എങ്ങനെ ചെയ്യാം, ഓക്കെ ദാറ്റ് ഇസ് വാട്ട് ഐ എം തിങ്കിങ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാട്ട് ലൈക്ക് പീപ്പിൾ ആർ ആസ്കിങ് സംതിങ് ആൻഡ് ഐ എം ലൈക്ക് ദാറ്റ് ഇസ് നത്തിങ് റിലേറ്റഡ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അവന് നമുക്ക് ഫണ്ണായിരുന്നു അത് ഭയങ്കര. ജിത്തു ഇപ്പം വേറൊരു ഡയറക്ടർ നമ്മൾ ചെയ്യുന്ന മോശം നമുക്ക് ഒയ്യോ ഭയങ്കര ടെൻഷൻ ആവും. എന്റെ സംഭവത്തേക്ക് ഒരു ഷോട്ടിലൊക്കെ വെച്ചേക്കുക, നിന്റെ മോതൊരു തേങ്ങ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഓക്കെ, കാരണം നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് വേറെ ഒരു ബാഡോ ഒന്നുമില്ല, ആണോ ഓക്കെടാ സെറ്റാക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഫണ്ണായിരുന്നു. വരുന്നില്ലെങ്കിൽ എസ്പെഷ്യലി എൻ്റെ അടുത്ത് അധികം മിണ്ടാട്ടം ഉണ്ടായിരുന്നു. ഇവന്റെ അടുത്ത് ആകുമ്പോഴൊക്കെ പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ അതായിരുന്നു എന്റെ ടെൻഷൻ. എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല ഞാൻ, അമ്മല്ലോ പുള്ളിയൊന്നും പറയുന്നില്ല, ഓക്കെ ആണോ, ആയിരിക്കും. Then we trust him. അപ്പൊ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാറി തോന്നുന്നില്ലേ കമന്റ് സെക്ഷൻ കണ്ടപ്പോ? ഓ ഡെഫിനറ്റ്ലി ഒരുപാട് മാറി. ഐ ഫീൽ ലൈക്ക് പീപ്പിൾ, ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾസോ ബിക്കോസ് ആഫ്റ്റർ കോവിഡ് എവറിബഡി ഈസ് ഓപ്പൺ ടു ഇന്റർനാഷണൽ മൂവീസ് എ ലോട്ട്. സോ എവറിബഡി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ജസ്റ്റ് എ തിങ് ബിറ്റ്വീൻ ഹ്യൂമൻ ഇമോഷൻ. നമ്മൾ കരയുന്ന പോലെയും ചിരിക്കുന്ന പോലെയും ദേഷ്യം ഹിസ്റ്റീരിക് ആവുന്ന പോലെയൊക്കെയുള്ള ഒരു ഇമോഷനാണ് റൊമാൻസ് ആൻഡ് ലസ്റ്റ്. നമ്മൾക്ക് ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. നിങ്ങൾ രണ്ടുപേരിൽ ഓക്കെ, അതിന് നിങ്ങൾ രണ്ടുപേരും കൈ പിടിക്കണം. അമലിന്റെ ലെഫ്റ്റ് ഹാൻഡും പ്രീതിന്റെ റൈറ്റ് ഹാൻഡും. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം. നിങ്ങൾ രണ്ടുപേരില് ആരാണ് ഏറ്റവും കൂടുതൽ ഷൈ ആയിട്ടുള്ള ആള്? ഞാനല്ല, പ്രോബ്ലം ഓക്കെ, ഞങ്ങൾ രണ്ടുപേരിലും അവളാ ഷൈ അല്ലേ? Yeah, because I'm both introvert and extrovert. So he's like extrovert. നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വർക്കഹോളിക് ആയിട്ടുള്ളത്? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. Definitely me. അവള് അയ്യോ ശരിയാ, What are you saying? ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ പൊന്നോ ഇവള് he is like non-workaholic and I'm workaholic. അല്ല വർക്കിന്റെ അടുത്ത് കേട്ടോ, സിനിമയുടെ അകത്തല്ല. ഓസ്ട്രേലിയൻ വർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ രാത്രിയും പകലൊക്കെ ഇരുന്ന് വിളിക്കുമ്പോഴേ പണിയിലാണെന്ന് പറയാം. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ സെൽഫ് ബൂസ്റ്റ് ചെയ്യുന്ന ആൾ? അത് രണ്ടുപേരും ബോത്ത് തളരത്തില്ല. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി പ്രേമി ആരാണ്? ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കട്ടെ, ലൊക്കേഷനില് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കാടിന്റെ ഉള്ളായിരുന്നില്ലേ? നല്ല പ്രൊഡക്ഷൻ ഫുഡ് ആയിരുന്നു. വെരി ഗുഡ്. ശരിക്കും നല്ലല്ലായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ഓൺലി. അതൊക്കെ ചെയ്തത് അങ്കിത്താണ്. എല്ലാം ഓടി നടന്ന് ചെയ്തത് അങ്കിത് അല്ലെ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയാൻ പറ്റില്ല. ആ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്, പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട് ആണ്. നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയിച്ച് കഴിഞ്ഞ നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ റീടേക്സ് ആഗ്രഹിക്കുന്ന ആള്? റീടേക്കോ? വീണ്ടും വീണ്ടും എടുക്കണം, അത് ബെറ്റർ ആക്കണം. അങ്ങനെ രണ്ടുപേരും ആഗ്രഹിക്കും. പ്രോബ്ലി കുറച്ചും കൂടി വിളായിരുന്നു കൂടുതൽ, കാരണം അവർക്ക് കൂടുതൽ ചെയ്യാണ്ടായിരുന്നു. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ റിസർവ്ഡ് ആയിട്ടുള്ള ആള്? എനിക്ക് അറിയുന്ന ആൾക്കാരോട് നന്നായി സംസാരിക്കാൻ പറ്റും.
ഇത് വഴി പോകുന്ന എല്ലാരോടും മിണ്ടും. നിങ്ങളിൽ ആരാണ് മറ്റൊരാൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുക? ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? അതേ ഉള്ളൂ എന്നൊക്കെ. കഥകൾ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ തവണ ഒരേ സിനിമ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവുക? അവിടുത്തെ ലൈക്ക് വർക്ക് ഉള്ളപ്പോഴും ഡോക്യുമെന്റേഷൻ കുറെ ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിലും പഴയ മലയാളം പടം കണ്ടുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ വർക്ക് ഡോക്യുമെന്റേഷൻ ആണെങ്കിൽ അപ്പൊ ഞാനായിരിക്കും. ഏറ്റവും കൂടുതൽ അപ്പൊ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഫിലിം? ലൈക്ക് ജയറാമിന്റെ എല്ലാ പടം. ഇപ്പൊ ഇന്ന് മറ്റേ മേലെപ്പറമ്പിൽ ആൺവീടായിരുന്നു രാവിലെ വർക്ക് ചെയ്തപ്പോ. 2 പടം കണ്ടായിരുന്നു. മേലെപ്പറമ്പിൽ ആൺവീടും പിന്നെ ഏതോരെണ്ണം കൂടി കണ്ടായിരുന്നല്ലോ, അയലത്തെ അദ്ദേഹം. ഇങ്ങനെ എല്ലാ പടവും റിപ്പീറ്റ് കുറെ പ്രാവശ്യം കാണും. നിങ്ങളിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ തവണ തിരക്കഥ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുക? സ്ക്രിപ്റ്റ് വായിച്ച് രണ്ടുപേരും. രണ്ടുപേരും. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പിശുക്ക് പ്രകടിപ്പിക്കുന്ന ആൾ? ഞാനാ? ഞാൻ ഒട്ടും വിശക്കല്ല. അപ്പൊ പിന്നെ നമ്മളിൽ എനിക്ക് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചോദിക്കാൻ എനിക്ക് പേടിയുണ്ട്. എനിക്കത് എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ചോദിച്ചോളൂ. എനിക്കത് ചോദിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ. പ്രത്യേകിച്ച് ഇവരെല്ലാവരും ഇരിക്കുമ്പോഴും ചോദിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. പക്ഷെ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഷൂട്ട് ഇറ്റ് ഗേൾ. സോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിങ്ങൾക്ക് അത് കൊടുന്നു തരും ആ ക്വസ്റ്റ്യൻ. വാ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. മലയാളത്തിലായിരിക്കും. ഒരു സിനിമയ്ക്ക് എന്താടാ? ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് വേണ്ടി ലിപ് ലോക്ക് ഷൂട്ട് ചെയ്യുന്നതെങ്ങനെ? ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് വേണ്ടിട്ട് ലിപ് ലോക്ക് സീൻ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ വേണമെങ്കിൽ ഫോർ യു ഗൈസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷന്റെ ചെറിയ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. മതിയാ? അതിൽ നിന്ന് ഉണ്ട് മൈൽ സ്റ്റോൺ തരും വേണമെങ്കിൽ. വേണ്ടായിരിക്കും അല്ലെ? ഞങ്ങള് അത് ഇടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ലൈവായിട്ട്. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വേണം ട്രെൻഡ് ചെയ്യാൻ. ഇല്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ് അല്ലേ? ഒരു ട്രെൻഡിങ് ആഗ്രഹിക്കാത്തത് അല്ല, നമ്മളിത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കളിയാക്കാത്ത പോലെ ആവില്ലേ? പോയടാ. ഇതിനാണ് ഇത്രയും ടെൻഷൻ അടിച്ചേ. അയ്യേ, നമ്മളോട് ഇത്രയും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ട് ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ചതിന് വെരി താങ്ക് യു. താങ്ക് യു. ഇറ്റ് വാസ് നൈസ്.